താങ്ക് യു സഞ്ജു സാംസങ്. ഒരു മലയാളി എന്ന നിലയിലും ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിലും വളരെയധികം സന്തോഷത്തിലാണ് ഞാനിരിക്കുന്നത്. ഇന്ത്യ വേൾഡ് കപ്പ് പഠിച്ചു. താങ്ക് യു സഞ്ജു സാംസങ്. സഞ്ജു സാംസൺ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് എന്ന നിലയിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഒരു എംപ്ലോയി സഞ്ജു സാംസൺ നിന്ന് എന്ത് പഠിക്കണം എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് അണ്ടർസ്റ്റാൻഡ് യുവർ റോൾ എന്നുള്ളതാണ്. ഒരു ടീം പ്ലെയർ എന്ന നിലയിൽ നിന്ന് സഞ്ജുവിൻ്റെ റോൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും ടീമിന് വേണ്ടി ആ റോളിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്. വ്യക്തി താല്പര്യത്തിന് ഉപരി ടീമിന് എന്താണ് വേണ്ടത് അത് നിറവേറ്റാൻ വേണ്ടി പ്രയത്നിച്ച് വിജയിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. 2, സെൽഫ് ബിലീവും കൺസിസ്റ്റൻസിയുമാണ്. തൻ്റെ കഴിവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അത് മൂർച്ച കൂട്ടാൻ വേണ്ടി കൺസിസ്റ്റൻ്റായിട്ട് പ്രയത്നിക്കുകയും ചെയ്തു. അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ട് പോലും കൺസിസ്റ്റൻ്റായിട്ട് പ്രയത്നിച്ച് അത് വിജയിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. 3ാമതായിട്ട് ക്രിട്ടിസൈസം ഹാൻഡിൽ ചെയ്ത രീതിയാണ്. പല ക്രിട്ടിസൈസും ഉണ്ടായാലും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും അദ്ദേഹത്തിന് ഹമ്പിളായിട്ടുള്ള ബിഹേവിയറുമാണ് ആ ക്രിട്ടിസൈസ് അദ്ദേഹം നേരിട്ടുള്ളത്. 4ാമതായിട്ട് ബൗൺസ് ബാക്ക് ഫ്രം ദ ഫെയിലിയർ എന്നുള്ളതാണ്. ഫെയിലിയേഴ്സ് നമ്മുടെ ലൈഫിലുണ്ടാവും, പക്ഷെ അദ്ദേഹം എങ്ങനെ നൈസായിട്ട് ബൗൺസ് ബാക്ക് ചെയ്യുന്നുള്ളതാണ് മനോഹരമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റ്ലി പേഴ്സണൽ ബ്രാൻഡ് ബിൽഡിംഗ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ ബിഹേവിയറും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡും ഉപയോഗിച്ച് ഒരു നല്ല ബ്രാൻഡ്, നല്ലൊരു ഫോളോവേഴ്സെ ബിൽഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ എംപ്ലോയീസ് എങ്ങനെയാവണം, നമ്മുടെ റോളിനെ പറ്റി വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം, അതിനുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടാവണം. അതിനുവേണ്ടി നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ക്രൈസിസ് വരുമ്പോൾ അത് നേടാൻ നമ്മൾ പഠിക്കണം. പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റിലൂടെ നേടാൻ പഠിക്കണം. ഫെയിലിയേഴ്സ് ഉണ്ടാവും ബിസിനസ്സിൽ അല്ലെങ്കിൽ വർക്കിൽ, അത് നൈസായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ദെൻ ഒരു എംപ്ലോയി എന്നുള്ളൊരു ബ്രാൻഡ് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. എന്നാലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.